ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ എങ്ങനെ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിണ്ണത്തപ്പോണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനായിട്ട് വേണ്ട തേങ്ങയുണ്ട്, പിന്നെ ബാക്കി ചെറിയ എല്ലാ പരിപാടിയുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് അമ്മക്കുള്ള ആഗ്രഹമായിരുന്നു, നമുക്കൊരു വ്ളോഗ് തുടങ്ങണം, ഒരു കുക്കിംഗ് ചാനൽ വേണം, എന്തെങ്കിലും ഉണ്ടാക്കണമൊക്കെ യൂട്യൂബിൽ കാണിക്കണമെന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ അതിനായിട്ടുള്ള ഒരു തുടക്കം തുടങ്ങിയേക്കണേണ്. ഇതിൽ നിന്ന് തുടങ്ങാം. പറ. തേങ്ങ 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 മിക്സിയിൽ ആദ്യം അടിക്കുക, അതിന്റെ പാലെടുത്ത് അപ്പൊ തേങ്ങ അരച്ചെടുക്കണം. അപ്പൊ ഇത് അരച്ചെടുത്തോ അരച്ചെടുത്തോ. അത് ഞാൻ അരക്കാം. ഇത് പിടിക്ക് വെള്ളം ഒഴിക്കണോ? വേണ്ട. ഹായ്, വെള്ളം ഒഴിക്കാം അമ്മേ, നിക്ക്. കുറച്ച് മതിയാ? മതി. ഓക്കെ, അവിടെ ഉണക്ക്. ഓക്കെ. അത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതെന്താ നാടകം? ഇത് തുടങ്ങാഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം വരുന്നു. ഇപ്പൊ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മുണ്ടണില്ല, കൈ കൊണ്ടുള്ള ആക്ഷൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കോ ഇടാം. കാണിക്കണ്ട. ഓക്കെ, ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കടാ. അത് ഇട്ടിട്ട് ഒഴിച്ചാ പോരെ? ഇനി അത് കഴിയാ അങ്ങോട്ട് ഒഴിക്കേ. പറയണ പോലെ ചെയ്താൽ മതി. നമ്മളെ പഠിപ്പിക്കാനാണ് ആൾക്കാർ. ഇതാണോ തേങ്ങാപ്പാല്? ഇതിനി ഇനി കഴിയണോ? അത് ആ മുടിയും കൂടെ കഴുകണ. ശരി, ഇനിയും വെള്ളം ഒഴിക്കണോ? തേങ്ങാപ്പാലുണ്ടാക്കാനല്ലേ? വെള്ളം പോയി. ഇതിങ്ങനെ ഒഴിച്ചാ മതി. ഞാനിപ്പോ നോക്കി പിടിച്ചേ. എന്നിട്ട് അതിങ്ങനെ പിഴിഞ്ഞെടുക്ക. ഓ, ഇങ്ങനെയാണ് പാലുണ്ടാക്കണല്ലേ? ഞാൻ ഓർത്ത് എന്താന്നറിയോ, ഇല്ല വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇതിൽ വെച്ച് അരച്ചെടുത്തിട്ട് ഈ പാല് വെറുതെ പിഴിഞ്ഞെടുക്കുമെന്ന് ഞാൻ ഓർത്തേ. ഇതിപ്പം തേങ്ങാപ്പാല് ഇങ്ങനെ വെള്ളം ചേർത്ത് അടിക്കണമെന്ന് എനിക്കറിയില്ലല്ലോ. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴത്തേക്കും അതൊക്കെ മുഴുവനും പോരും അതിന്ന്. എന്തൊക്കെ പാല്. അപ്പൊ വെള്ളം ചേർക്കണം എന്തിനാ? അതിനാണ് വെള്ളം ചേർത്തിട്ട് അടിക്കണത്. മറ്റേത് വെറുതെ പിഴിയ. കുറെ തേങ്ങ വേണം. അത് നല്ലോണം കൈ കൊണ്ട് ഇങ്ങനെ ഇതുണ്ടാക്കാൻ ഇത് മതിയാവും, ഈ പാല് മതിയാവും. തിരുമി ഒഴിക്കണം. അപ്പൊ നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി തേങ്ങ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത്, അതെടുക്കാം. അതിനുശേഷം എന്താ വേണ്ടത്? അതിലേക്ക് പാലൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ബാക്കി വരുമ്പോൾ കാണാം. ഓക്കെ, നമുക്കിനി അരിപ്പൊടി എടുത്തിട്ട് ഇടാം. ഏലക്ക എടുത്ത് തൊലി പൊളിച്ചെടുക്കുക. തുടങ്ങി. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് ഇതിന് വേണ്ടത്. അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. വറുത്ത അരിപ്പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇളക്കി പഞ്ചസാര ഇട്ട് ഉപ്പിട്ട് ഏലക്കായ ഇട്ട് നല്ലവണ്ണം ഇളക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി തൊലി പൊളിച്ച കുറച്ച് ഏലക്ക എടുത്തന്നെ. ഉടുമ്പൻചോലയിൽ നിന്ന് കൊണ്ടുവന്ന ഏലക്കായ നല്ല സൂപ്പറും വേണം. ആരമ്മ പോയാ? അച്ഛനെ കൂട്ടുകാരും കൊണ്ടുവന്നതാ. പൊളിച്ച് എടുത്തിട്ടുള്ള ഏലക്കയുണ്ട്, അതെടുത്തിട്ട് ഇതിലേക്ക് ഇടുക. അരിപ്പൊടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. നമ്മൾ അത്യാവശ്യം പാൽ ഒഴിച്ചിട്ടുണ്ട്, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്.
കുറച്ചും കൂടി ഒഴിക്കണം. ഇതിൻ്റെ അളവ് എങ്ങനെയാണ് ഇത്? ഇതിൻ്റെ അളവ് എങ്ങനെയാണ്? ഇത് കുറച്ചും കൂടി ഒഴിക്കണമെന്ന് ഇപ്പം അമ്മ പറഞ്ഞില്ലേ? പൊടി നല്ലോണം ഇതായിട്ട് വരണം. എന്തായിട്ട് വരണം? അപ്പം ഉണ്ടാക്കണ പാകത്തിൽ വരണം. നമുക്കിനി അരിപ്പൊടി ഇളക്കി ഒഴിച്ചെടുക്കാൻ പാകത്തിന് ഉപ്പിടും ഒത്തിരി. ഒരു കാൽ കപ്പ് നമുക്ക് നല്ല രീതിക്ക് കുറുക്കി ഇടണം കേട്ടോ. കുറുകൻ കുറുകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇങ്ങനെ ഒഴിക്കാൻ പാകത്തിന്. ഇപ്പൊ കുറുകി അപ്പം നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി നടക്കണം. ഇത് പിള്ളേർക്ക് കുറുക്കുണ്ടാക്കണ പോലത്തെ സംഭവമാണ്. ഇതിൽ നിന്ന് കുറച്ചും കൂടി നമുക്ക് ലൂസായിട്ട് കിട്ടണം. ഒന്നാമത്തെ കാര്യം ഉണ്ടല്ലോ, ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമയില്ലാത്ത ആൾക്കാരെ ചുറ്റും നിൽക്കണം. ഒരാൾ ആദ്യമായിട്ട് ചെയ്യണമെന്നുള്ള പരിഗണന തന്നെ. ഉപ്പും പഞ്ചസാരയൊക്കെ എടുത്തു. ഒരു നുള്ളു വരെ ഉപ്പ്, നുള്ളു മതിയമ്മേ. ഉപ്പ് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ചേർക്കാം. നമ്മൾ കണ്ടപ്പോഴത്തേക്ക് ഇതിന് അളവൊക്കെ ഉണ്ടായി. നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കണോണ്ടിട്ട് നമുക്ക് ഇതിൽ അളവൊന്നുമില്ല. അപ്പം ആവശ്യത്തിന് നിങ്ങൾ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ ആവശ്യത്തിനുള്ള നമ്മുടെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഇടുകയാണ്. നമ്മുടെ ഒരു ഉദ്ദേശത്തിന് മറ്റൊരു ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാവും. ഇത് മതി. നല്ല സ്പീഡിലങ്ങോട്ട് പിടിപിടി നിളക്കണം. അപ്പോൾ വേഗം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മതി. ഓക്കെ. ഇനി കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. കുറച്ച് മതി. വെക്കാൻ പോണ പാത്രത്തിൽ ചെറിയൊരു എണ്ണ തടവിയിട്ടുണ്ട്. അപ്പം എണ്ണ അല്ലെങ്കിൽ നെയ്യ് തടവിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. ഇത്ര മതിയല്ലേ? മതി. അപ്പോൾ ഇതിന് ഒരു 15 മിനിറ്റ് ഇവിടെ ഇരുന്ന് വേവട്ടെ. അതുവരെ ബ്രേക്ക്. ഓക്കെ. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്താണെങ്കിലും തുറന്നു നോക്കാം. ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വെന്താന്ന് അറിയാനായിട്ട് ഈ സൈഡിലൊക്കെ ഇങ്ങനെ വിട്ട് വരുമെന്നാണ് പറയണം. ഈ സൈഡിലൊക്കെ വെന്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വിട്ട് വെന്തതെന്നാണ് അമ്മ പറയണത്. ആ സൈഡിലൊന്ന് കുത്തി കാണിച്ചു കൊടുത്തേ. വെന്തേക്കണം വിട്ട് വന്നേക്കണം. ഈ സൈഡ് ഇവിടെ കണ്ടോ? അവിടെ വിട്ടിരിക്കണുണ്ടോ? സംഭവമൊക്കെ ഓക്കെ, പക്ഷെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നില്ല. ആരോടാ? എന്നോടാ. നമുക്കിനി ഇത് മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു നോക്കാം. എന്നിട്ട് അഭിപ്രായം. എത്ര പീസാക്കണം? 4 ആക്കിയാൽ മതിയോ? ഇപ്പം നമ്മൾ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ബാ അച്ഛനെ വിളി. ഒരെണ്ണം കഴിച്ചു നോക്കാം. അത് നമുക്ക് തന്നെ കൊടുക്കാം. കഴിച്ചോ. മറ്റേ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരമുണ്ട്. അടിപൊളി അപ്പമാണ്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ.